മക്കളെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ഉണ്ടാവുന്ന ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് 10ാം ക്ലാസ് പാസ്സായി കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ദിവസം സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങാൻ എന്നായിരിക്കും പല മക്കളുടെയും ചിന്തയുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കേൾക്കാൻ പോകുന്ന ഒരുപാട് വാക്കുകളുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ സാധാരണ തമാശക്ക് പറയുന്നൊരു വാക്കുകളുണ്ടല്ലോ, കൊറോണയ്ക്ക് ശേഷമാണ് ക്വാറന്റൈൻ എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ കേട്ടതെന്ന് പറയാറുണ്ട്. അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് മക്കൾ പലരും കേൾക്കുന്ന വാക്കുകളാണ് അലോട്ട്മെൻറ്റ്, നീറ്റ്, JEE, അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരുപാട് വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ മുതൽ നമ്മൾ നമ്മുടെ കരിയറിനെ കുറിച്ചിട്ട്, നമ്മുടെ ഡ്രീമുകളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 10th കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ പല ഓപ്ഷൻസുകൾ ഉണ്ടായിരിക്കും. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷൻസുകൾ ഉണ്ടായിരിക്കും. അതിൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ മക്കൾ സെലക്ട് ചെയ്യുന്ന, നന്നായിട്ട് പഠിക്കുന്ന മക്കൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്ട്രീമിനെ കുറിച്ചാണ്, നമ്മുടെ സയൻസ് എന്ന് പറയുന്ന ഏരിയയെ കുറിച്ചാണ്. നിങ്ങൾ സയൻസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇപ്പോഴേ മക്കൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ സയൻസിലേക്കാണ് പോകുന്നത് എന്നും, ഞാൻ എന്താണ് ആവേണ്ടത്, ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, മറ്റേതെങ്കിലും സ്ട്രീമിലേക്കാണോ പോകേണ്ടത് എന്നുള്ളത് ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ മക്കളെല്ലാവരും. മക്കളെ, നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് സൈലത്തിൻ്റെ Kings 11 ബാച്ച് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ +1 കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റ്, JEE പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷനുകളും കാര്യങ്ങളും നമ്മൾ അവിടെ നൽകുന്നുണ്ട്. സോ ആദ്യം മുതൽ തന്നെ നമുക്ക് നീറ്റിനും JEEക്കും വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ട്. ബിക്കോസ് നമ്മൾ നീറ്റിലേക്ക് പോകുന്ന സമയത്തും JEEലേക്ക് പോകുന്ന സമയത്തും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ +1ലും +2ലും പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനെ പഠിക്കുന്ന ഒരു പാറ്റേണുകളിൽ, അതിനെ പഠിക്കുന്ന രീതികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. സോ നമുക്കതിനെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ ഞാൻ വീണ്ടും പറയുന്നു, സയൻസ് എടുക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ തന്നെ തുടങ്ങിയേക്കണം. ആദ്യത്തെ ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ സ്വപ്നങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. സോ ഏറ്റവും അവസാനമായിട്ട് മക്കളെ, താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ Kings 11 ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളിലേക്കെല്ലാം പറന്നുയരടാ.